എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷത്തെ നമ്മൾ കാണുന്നേ ആദർശ് നയനെ നവ്യയും കൂടെ കൂടിയിട്ട് അബിയെ പൊളിച്ചെടുക്കുന്നുണ്ട്. കാരണം അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. നിർമ്മലിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ SI വിളിച്ച് ആദർശോട് പറയുന്നുണ്ട്. അവന് എവിടെയാന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവന് ഞങ്ങൾ പിടികൂടാനായിട്ട് പോവാണ്. അധികം വൈകാതെ തന്നെ ഞങ്ങൾ പിടികൂടും. അപ്പൊ അവന്റെ പുറയിൽ ആരൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരം കിട്ടുമെന്നൊക്കെ വിളിച്ചു പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശന് സന്തോഷമായി. കാരണം കുറച്ച് നാളായി നിർമ്മല് ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കണേ. അവനെ പിടികൂടാനായിട്ട് ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. അവൻ ഓരോ തവണ എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താണോ അവന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഈ സമയം നവ്യ ചോദിച്ചു, അല്ല ആദർശേട്ടാ, ഇന്ന് അവനെ പിടികൂടുമെന്ന് ചോദിക്കണം. അവൻ എവിടെയാ ഉള്ളതെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അവനെ പിടിക്കുമെന്ന് പറയാം. അപ്പൊ നയനെ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അവനെ പിടിച്ചിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള വിവരം കിട്ടും ഇതിന്റെ പുറയിൽ ആരാന്നുള്ളത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴും അവൻ അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലുള്ള ആരെങ്കിലും അവനെ സഹായിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അബി അവനാ ചാൻസ് എന്ന് അബി പറയണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അബി ആണെങ്കിൽ ഇനിയിപ്പം നിർമ്മല പിടിച്ചു കഴിയുമ്പോൾ അബിയുടെ പേര് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇനിയിപ്പോൾ അബി അകത്തായിരിക്കും. അവനിനി പുറലോകം കാണത്തില്ലെന്ന് പറയാം. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ശിക്ഷ കൊടുക്കണമെന്ന് പറയാം. ഇതെല്ലാം കേട്ട് അബി അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അബിയുടെ ഉള്ളൊന്ന് കളി, എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നേരം നിർമ്മലിനെ വിളിച്ചേ പറ്റുള്ളൂ. അങ്ങനെ അവൻ അകത്തേക്ക് കയറി ഓടുവാണ്. ഈ സമയം നബി പറഞ്ഞു, ഞാനിതിനു മുമ്പ് പല തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ആരും ഒന്നും വിശ്വസിക്കുന്നില്ല. ഇപ്പം നിർമ്മലിന്റെ കാര്യം തന്നെയാണെങ്കിലും ഞാൻ കള്ളത്തരം പറയുന്നതാണെന്നോ ഈ കുടുംബത്തിൽ എല്ലാവരും വിശ്വസിക്കുള്ളൂ. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ. ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, അതെ നവ്യ ഇനിയും കുറച്ചുകൂടെ നന്നാവാനുണ്ട്. കാരണം എന്താണെന്നറിയാവോ, നീ നിന്റെ അനിയത്തിനെ കണ്ടുപിടിക്കുക. അവളുടെ സ്വഭാവം നീ ഫോളോ ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ ഇനിയും വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും. ഒന്ന് ഓർത്ത് നോക്കിയേ. നീ ചെറിയ കള്ളമൊന്നും അല്ല പറഞ്ഞ, വലിയ കള്ളത്തരം തന്നെയാ പറഞ്ഞേ. അത് മാത്രമല്ല, നിന്റെ ഇഷ്ടമാണ് നീ എപ്പോഴും നടപ്പാക്കുന്നേ. അല്ലാതെ മറ്റുള്ളവരെന്താ പറയുന്നേ, അവർ പ്രവർത്തിക്കുന്നത് എന്താ, അല്ലെങ്കിൽ അവരെ കണ്ടുപഠിക്കണം. അവരിൽ നിന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കണം. അങ്ങനെയൊന്നും ചെയ്യാറില്ല. നിനക്ക് വാശിയോടെ നീ എന്ത് വേണം ചെയ്യും. അതാണ് നിന്റെ സ്വഭാവം. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിന്റെ അനിയത്തിനെ കണ്ടുപഠിക്കാനൊക്കെ നവ്യനെ ഉപദേശിക്കുവാണ്. ഈ സമയം നയന പറഞ്ഞല്ല, ഒരു പക്ഷേങ്കിൽ ഇനി ഇപ്പം നിർമ്മലിനെ കണ്ടു കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. നിർമ്മലിനെ കണ്ടു കിട്ടിയില്ലെങ്കിൽ എപ്പോഴാണെങ്കിലും അവന് ഇനി ഇപ്പൊ വെളിയിൽ വരാതിരിക്കാൻ പറ്റില്ല. എപ്പോഴാണെങ്കിലും അവനെ പിടിക്കുമല്ലോ. അപ്പൊ അവന്റെ പിടിച്ചു കഴിയുമ്പോൾ തന്നെ സത്യാവസ്ഥകളൊക്കെ അറിയാൻ പറ്റുമെന്ന് പറയാം. ഈ സമയത്ത് അകത്തേക്ക് പോയ അബി നിർമ്മലിനെ വിളിക്കുകയാണ്. 2-3 വട്ടം ട്രൈ ചെയ്തിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവനിത് എവിടെ പോയി കിടക്കുക, വിളിച്ചിട്ട് കിട്ടുന്നില്ല. പരിധിക്ക് പുറത്തെന്നാ പറയണേ. എന്റെ ഭഗവാനെ പിടിച്ചെങ്കിൽ തന്റെ പേര് ഉറപ്പായിട്ടും അവൻ പറയും. അവനെ വിളിച്ച് എങ്ങനെയാലും ഒന്ന് സോപ്പിടണം, എന്നിട്ടേ കാര്യമുള്ളൂ. ആകെപ്പാട് ടെൻഷനായി. 2-3 വട്ടം വിളിച്ചു നോക്കിയിട്ടും കിട്ടുന്നില്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് നവ്യ വരുന്നത്. നവ്യ വന്ന് നോക്കി. അപ്പൊ അബി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കണ്ടു. ഓഹോ, അപ്പൊ ഇവൻ എന്തോ ഒരു സംശയങ്ങളൊക്കെ ഉണ്ട്. ഇവന് തങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കേട്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അബിയുടെ അടുത്തേക്ക് വന്ന് നവ്യ ചോദിച്ചു, എന്താ അബി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാം. എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. അല്ല, മുഖം കണ്ടിട്ട് എന്തോ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചാ. അതെ, ആ നിർമ്മലിന്റെ കാര്യത്തിലൊരു തീരുമാനമോ ഉടനെ തന്നെ അവനെ പിടിക്കൂന്ന് പറയാണ്. ഇത് കേട്ട അബി പറഞ്ഞു, അല്ല അവനെ പിടിക്കുന്നതിന് ഇപ്പൊ നീ എന്നോട് എന്തിനാ ഇതൊക്കെ ഒന്ന് പറയണെന്ന് ചോദിക്കുക. അല്ല, ഫോട്ടോ തന്നാ അവനാണല്ലോ നിനക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓ, അവനെ പിടിച്ചാൽ എനിക്ക് വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിന്നെ കുറെ നാൾ ശല്യം ചെയ്തല്ലേ, അവനെ പോലീസ് പിടിക്കട്ടെ എന്നൊക്കെ ഒരു ഒഴുക്കം മട്ടിൽ അബി പറയാണ്. കാരണം അബിക്ക് അത് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും തന്റെ വായിന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്കേ കയറി പിടിക്കും നവ്യ. അതുകൊണ്ട് കൂടുതലൊന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും ഇവിടെ ബുദ്ധി. ദൈവമേ, നിർമ്മൽ എങ്ങനെയും വിളിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയോടെ അബി ഇരിക്കുകയാണ്. ഈ സമയത്ത് പോലീസുകാരെന്ത് ചെയ്യുക, അബിയുടെ കൂട്ടുകാരൻ്റെ വീട് വളയാണ്. അപ്പൊ ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ അബി ഉള്ളതെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അങ്ങനെ വളഞ്ഞു. അങ്ങനെ ചുറ്റും വളഞ്ഞിട്ട് അതിനകത്ത് കയറി നോക്കി. പക്ഷെ അതിനകത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കൂട്ടുകാരനെ മാത്രമേ കിട്ടിയുള്ളൂ. അബിനെ നിർമ്മലിനെ കിട്ടിയില്ല. നിർമ്മലുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇല്ലായിരുന്നു അവനെ. അതിനു മുമ്പ് തന്നെ നിർമ്മൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരനെ കിട്ടി അവനെ പിടിച്ച് ചോദ്യം ചെയ്യാണ്. അപ്പൊ അവൻ പറഞ്ഞു, എനിക്കറിയില്ല, അവൻ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവൻ എവിടെയാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ്. ഇതിനെ പോലീസുകാർക്ക് മനസ്സിലായി അവൻ എങ്ങോട്ടോ രക്ഷപ്പെട്ടിട്ടുണ്ട്, എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അവൻ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ SI ആദർശിനെ വിളിച്ചിട്ടുണ്ട്. അതെ, അവനെ കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. അവൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി, അവൻ എവിടെയോ മുങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശിന് ഒരു ചെറിയ നിരാശയൊക്കെ വന്നു. അത് സാരല്ല സാറ്, എപ്പോഴെങ്കിലും അവനെ കൈ കിട്ടൂലോ. SI പറഞ്ഞു, അവൻ അധിക ദൂരമൊന്നും പോകാൻ വഴിയില്ല. അവൻ എത്ര നാൾ ഒളിച്ചോടി നടക്കാൻ പറ്റും? ഉറപ്പായിട്ടും അവനെ കൈ കിട്ടും. അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ
ഇതിന്റെ പുറയിൽ ആരാന്നുള്ള സത്യം ഉറപ്പായിട്ട് ഞങ്ങള് ആദർശിനെ വിളിച്ച് പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞിട്ട് SI കോള് കട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് നയന അങ്ങോട്ട് വന്നു. നയനയോട് ഈ കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇതെങ്ങാനും ഇവിടെ അഭിയെങ്ങാനും കേട്ടിട്ടുണ്ടായിരിക്കും, നേരെ അവനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും മാറിക്കൊള്ളാനായിട്ട്. അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അവൻ പഠിച്ച കള്ളനാ, അവനറിയാം പോലീസ് പിടിക്കുന്നുള്ളേ, അതുകൊണ്ട് അവൻ മാറിയിരിക്കുന്നെന്ന് പറയാം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അവനെ എപ്പോഴേലും പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട് ആദർശേട്ടാ, നവ്യേച്ചിയുടെ നിരപരാധിത്വം എല്ലാവരുടെ മുന്നിൽ തെളിയിക്കണം. ഇതിന്റെ പുറയിൽ ആരാന്നുള്ള ചതി അതറിയണം. എങ്കിൽ മാത്രം എനിക്കൊരു സമാധാനമാവുള്ളൂ. എല്ലാവരുടെയും മുന്നിൽ ഒരു തെറ്റും ചെയ്യാതെ നാണം കെടുത്തിയില്ലേ. നവ്യേച്ചിനെ മാത്രമല്ല, അതിന്റെ പേരിൽ ഞാനും ഒത്തിരി മാത്രം കഷ്ടപ്പെട്ടു. അപ്പൊ ഒരു നീതി കിട്ടണ്ടെന്ന് ചോദിക്കുക. ഇതേട്ടപ്പോൾ ആദർശിന് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവനെ കിട്ടിയില്ലോ. ഈ സമയത്താണ് അബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അബി എടുത്തു നോക്കി പരിചയമില്ലാത്ത നമ്പരാ. എടുത്തു നോക്കിയപ്പോൾ വേറെ ആരുമില്ല, നിർമ്മലായിരുന്നു. നിർമ്മല പറഞ്ഞു, അല്ല എന്നെ എന്തിനാ അബി വിളിച്ചതെന്ന് ചോദിക്കണം. എത്ര സമയമായി ഞാൻ വിളിക്കുന്നത്? അതെ, ഞാൻ റേഞ്ചിലില്ലായിരുന്നു, ഇപ്പോഴാണ് റേഞ്ച് വന്നതെന്ന് പറയാണ്. അല്ല എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ നിന്നെ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുവോ? എന്നെയോ? അതെ അതെ, ഇവിടെ ഏട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരെ കണ്ട് നിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നിന്നെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന് പറഞ്ഞിട്ട്. നീ ഇപ്പം എവിടെയാന്ന് ചോദിക്കുക. അതിന് ഞാൻ അവിടെ ഇല്ല, ഞാൻ സ്റ്റേറ്റൊക്കെ എപ്പോഴേ വിട്ടെന്ന് പറയണം. സമാധാനമായി, ഞാൻ ആകെപ്പാടെ പെട്ടുപോയായിരുന്നു, ഒരു സമാധാനക്കേടായിരുന്നു. ഇനി നീ എങ്ങാനും പിടുത്തം കൊടുക്കുക, നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമല്ലോ. ഇത് കേട്ടപ്പം നിർമ്മല പറഞ്ഞു, അതെ കാര്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ, പക്ഷെ ഞാൻ അവിടെ നിന്ന് മാറി നിന്നിട്ട് കുറേ ദിവസമായി. എൻ്റെ കയ്യിലെ പൈസ മുഴുവൻ തീർന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് പൈസ വേണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, അല്ല നിനക്ക് കുറച്ച് പൈസ ഞാൻ തന്നായിരുന്നല്ലോ, അതൊക്കെ ഇത്ര പെട്ടെന്ന് തീർന്നെന്ന് ചോദിക്കുക. എൻ്റെ അഭി, ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാതെ ഞാൻ ഓടിച്ചാടി നടക്കുക, അറിയാവോ? അവിടെ ആണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പം അങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാ. എങ്ങാനും പോലീസ് പിടിച്ചിട്ടുണ്ട് അതോടുകൂടി തീർന്നു. പോലീസ് പിടിച്ചാൽ മിക്കവാറും എന്നെ കൊണ്ട് മൊത്തം സത്യങ്ങളും പറയിക്കും. ഇത് കേട്ടത് അഭി പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട, എത്ര രൂപയാന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി, നീ അവിടെ തന്നെ നിന്നാൽ മതി, ഇങ്ങോട്ട് വരിക വേണ്ട. പിന്നെ എങ്ങാനും അബദ്ധപ്പെട്ട് നിന്നെ പിടിക്കുവാണെങ്കിൽ ഒരു കാരണവശാലും എൻ്റെ പേര് പറഞ്ഞു പോയേക്കല്ല, അറിയാലോ. അങ്ങനെ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ പുറലോകം കാണത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം നിർമ്മല പറഞ്ഞു, ഓഹോ ഭീഷണിപ്പെടുത്തുവാണോ? ഭീഷണിപ്പെടുത്തല്ല, ഉള്ള കാര്യം പറഞ്ഞേ. ഇപ്പം തൽക്കാലത്തിന് കുറച്ച് പൈസ ഇട്ട് തരാമെന്ന് പറയണം. അബി ഫോൺ വെക്കുവാണ്. അബിക്ക് മനസ്സിലായി, ഇവനിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവന് തന്നെ ആപത്താ. കാരണം നാളെ ഒരു കാരണവശാലും ഇവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ താൻ അനന്തപുരിയിൽ നിന്ന് പുറത്താവുന്ന കാലത്തിൽ 100% ഉറപ്പാ. പോരാത്തിന് നവി ഇപ്പം പ്രഗ്നന്റ്. അവളെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് അവളെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ മുത്തശ്ശനും മുത്തശ്ശി ആ സെക്കൻഡിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. തന്നെ മാത്രമല്ല അമ്മേനെയും കൂടെ ഇറക്കി വിടും. അതൊക്കെ ഓർത്തിട്ട് അബിയുടെ ഉള്ള സമാധാനം കൂടെ പോവാണ്. പിന്നീട് കാണിക്കുന്ന നയന നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കനക അവിടെ ഉണ്ടായിരുന്നു. കനക പറഞ്ഞു, ആ മോള് വന്നോന്ന് ചോദിക്കണം. അമ്മ എന്താ അടുക്കളയിൽ? അല്ല മോളെ, ഞാനിവിടെ കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുക. അതെ ഞാൻ വന്നല്ലോ, ഇനി ഇപ്പം അമ്മയൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയണം. അതെനിക്കറിയാം മോള് വന്നോണ്ട്. അല്ല മോളെ സഹായിക്കാന്ന് പറയണേ. വേണ്ട വേണ്ട, സഹായിക്കൊന്നും വേണ്ട, എനിക്ക് ചെയ്യാനുള്ള കാര്യമുള്ളെന്ന് പറയണത്. ഈ സമയം ആണ് ദേവേന എങ്ങോട്ട് വരുന്നത്. ദേവേനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കനക പറഞ്ഞു, ദേ വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട്. ഇപ്പം മിക്കവാറും എന്തേലും പറഞ്ഞുകൊണ്ടായിരിക്കുള്ള വരവെന്ന് പറയണം. അങ്ങനെ ദേവേന വന്നിട്ട് ചോദിച്ചു, അല്ല നിന്നോട് ആരും അടുക്കളയിൽ കയറാൻ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഓ അതാരെങ്കിലും പറയണോ അമ്മയെന്ന് ചോദിക്കണം. അല്ല ഞാനും ജലജയാണല്ലോ ഇവിടെ കുറേ ദിവസം ജോലി ചെയ്തോണ്ടിരുന്നേ, ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാന്ന് പറയണം. വെറുതെ ഒരു ബിൽഡപ്പ് ഇട്ടതാണ്, പെട്ടെന്നങ്ങ് തോറ്റു കൊടുക്കാനും മടി കാരണം എങ്ങനെയാലും നയന വന്ന് അടുക്കള കയറിയാൽ മതിയെന്ന് ഓർത്തോണ്ടാണ് ദേവേന ഇരുന്നത്. ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു, അങ്ങനെയാണോ, അന്നാ മോളെ വാ അടുക്കള നിൽക്കേണ്ട പോയേക്കാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേന പറഞ്ഞു, അതിനിപ്പം നീ ചെയ്യാൻ തുടങ്ങിയതല്ലേ, നീ അങ്ങ് ചെയ്തോ. ഇനിയിപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന കറികളൊന്നും ഇവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. നയനമോൾ ഉണ്ടാക്കുന്ന കറികൾ പോലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ, ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ കിടന്ന് അടുക്കളയിൽ കിടന്ന് ഞങ്ങൾ കഷ്ടപ്പെടുമായിരുന്നു, പക്ഷേങ്കിൽ കഴിക്കുകയും ചെയ്യും. എന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റ് പോകുന്നത്. ഇനിയിപ്പോൾ സമാധാനമായി, നീ വന്നല്ലോ, നീ തന്നെ കൂടെ ഉണ്ടായിക്കോളാൻ പറയുക. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പഴി കേൾക്കണ്ടല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് മനസ്സിലായി, ഇത്രയും ദിവസം ഇവരെ കിടന്ന് പെടാപ്പാട് പെടുമായിരുന്നു, എങ്ങനെയെങ്കിലും താനൊന്നും വന്നാൽ മതി എന്ന് ഓർത്തിരുന്ന. വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് സമാധാനമായിട്ടുണ്ട്. അതുകൊണ്ട് പതുക്കെ തൻ്റെ തലയെല്ലാം വെച്ച് കെട്ടിയിട്ട് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമത്തിൽ രണ്ടുപേരും കൂടെ ഓടിപ്പോകുന്നതെന്ന് മനസ്സിലായി. ജലജയും ദേവേനും കൂടെ അവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, ഇപ്പൊ അവന്ന് പറഞ്ഞുണ്ടല്ലോ അടുക്കള ചെയ്തോളാന്ന്, അതൊക്കെ വെറുതെ പറഞ്ഞാ. മോളെങ്ങനെയും വന്ന് അടുക്കള കയറാനായിട്ട് രണ്ടും കൂടെ പ്രാർത്ഥന നേർച്ചയായിട്ട് ഇരിക്കുമായിരുന്നു. ഞാൻ കാണുന്നതല്ലേ രണ്ടും കൂടെ അടുക്കള വന്ന് കിടന്ന് മൽപ്പിടുത്തം വെക്കുന്നേ. കാരണം എന്താണെന്നറിയോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും അടുക്കളയിൽ. കുറച്ച് ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേനും ജലജ മടുക്കും, അതുപോലെ തന്നെ ദേവേനിയും.
പിന്നെ രാവിലെ രണ്ടുപേർക്കും എഴുന്നേക്കാൻ മടി. ബ്രേക്ക്ഫാസ്റ്റ് ആണ് നേരത്തെ കാലത്ത് ഉണ്ടാക്കത്ത് പോലും ഇല്ല. ഉണ്ടാക്കിയാലോ ഒന്നെങ്കിൽ എരിവ് കൂടുതൽ അല്ലെങ്കിൽ ഉപ്പ് കൂടുതൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടെ ഉള്ളവരത് കഴിച്ച് മടുത്തു. അവസാനം നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആദർശ് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അതെന്താണെന്ന് നല്ല കാര്യമായി. ഇനിയിപ്പം മോളുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല ആഹാരം കഴിക്കാമല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതൊക്കെ ശരിയാമേ, പക്ഷേ എങ്കിൽ ആദർശാണ് ഇപ്പോഴും മനസ്സ് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല എന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, മോള് ധൈര്യമായിട്ടിരിക്കുക. ആദർശൻ മോന് മനസ്സൊക്കെ മാറിക്കോളും. ഇനി മോള് വേണം അത് മാറ്റിയെടുക്കാനായിട്ട്. 2-3 ദിവസം മോള് മാറി നിന്നപ്പോൾ ആദർശ് മോളുടെ വില എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ഇനിയാണ് നിങ്ങൾ ജീവിക്കാൻ പോണേന്ന് പറയാണ്. അങ്ങനെ എന്നാ എനിക്ക് ധൈര്യം കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.